ITCയുടെ ഹോട്ടൽ മൗര്യയുടെ മുന്നിൽ നമ്മളുടെ പ്രതിനിധി രാധാകൃഷ്ണൻ ക്യാമ്പ് ചെയ്യുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, അവിടെ എന്താണ്, അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര മണിക്കൂർ അവർ ഹോട്ടലിൽ തങ്ങും? എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ യാത്രയാവുക? SKN ഏറെ മണിക്കൂറുകൾ ഈ ITC മൗര്യയിൽ അവരുണ്ടാകില്ല. ഏതാണ്ട് 1-2 മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണാനായി പോകും. പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മടങ്ങിയെത്തുന്ന സംഘം ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് എത്തി തിരിച്ച് ബോംബെയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാകും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ ഈ നിൽക്കുന്ന മൗര്യ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഒരു ടീമായി ഈ T20 നേടിയ ജേതാക്കളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നു എന്ന കാഴ്ച നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. SKN, ഇത് ITC മൗര്യയുടെ ആദ്യ ഗേറ്റാണ്. തൊട്ടടുത്ത ഗേറ്റിലൂടെ ആയിരിക്കും ഈ താരങ്ങൾ അവിടേക്ക് വരാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് താരങ്ങൾ ഈ ITC മൗര്യയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. അവർ ഈ ITC മൗര്യയിലേക്ക് പ്രവേശിക്കുന്നത് ആ കവാടം വഴിയായിരിക്കും. ആ കവാടത്തിന് സമീപം സുരക്ഷാ സൈനികരടക്കമുള്ളവർ വലിയ രീതിയിൽ തയ്യാറെടുപ്പുകളുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഒരു വലിയ പട അവിടെ ഉണ്ട്. ഈ ജേതാക്കളായി എത്തിയിരിക്കുന്നവരുടെ താമസ സ്ഥലം ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയൊരു മാധ്യമ സംഘം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. T20 ലോകകപ്പ് നേടുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനപ്പുറം ഉള്ള ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതിലൊപ്പം തന്നെ രാജ്യത്ത് വലിയ രീതിയിൽ നമ്മുടെ ക്രിക്കറ്റിന് ഉള്ള ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന രീതിയിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഈ താരങ്ങൾക്ക് വിരുന്ന് നൽകാനായിട്ട് പോകുന്നത്. ലോകകപ്പ് കിരീടത്തിൽ പങ്കാളിയായ എല്ലാ താരങ്ങളെയും രാജ്യം അഭിനന്ദിക്കുന്നു എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിധത്തിൽ ഒരു സ്വീകരണ പരിപാടികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അസാധാരണമായിട്ടുള്ള നായകത്വത്തിൽ ഇന്ത്യ ഉജ്ജ്വല നേട്ടമാണ് കൈവരിച്ചത്. ഒരുപക്ഷെ അജയ്യരായിട്ട് ഇന്ത്യക്ക് ഈ കപ്പിൽ മുത്തമിടാൻ സാധിച്ചു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ഓരോ കായിക പ്രേമികളെയും സംബന്ധിച്ച് ഏറെ വലിയ ആവേശം നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു. 125 കോടിയുടെ പ്രഖ്യാപനമാണ് ഈ താരങ്ങൾക്ക് സമ്മാനമാണ് അവരെ കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ബോംബെയിലേക്ക് പോകാൻ പോകുന്നത്. ഈ നൽകിയത് അല്പസമയത്തിനകം താരങ്ങൾ ഹോട്ടലിലെത്തും. ഡൽഹിയിലെ ഹോട്ടൽ മൗര്യയിലാണ് അവർ കുറച്ചു നേരം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങും. വൈകുന്നേരം മുംബൈയിലെത്തും. മുംബൈയിലും അവർക്ക് അതിവിപുലമായ സ്വീകരണം. ഇപ്പോൾ ചില ആരാധകരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഡൽഹിയിൽ और सबसे बड़ा श्रेय जाता है राहुल द्रविड़ जी को, जो कि उनका सपना पूरा हुआ। വീണ്ടും രാധാകൃഷ്ണൻ നമുക്കൊപ്പം ഹോട്ടൽ മൗര്യയ്ക്ക് മുമ്പിൽ നിന്നും ചേരുന്നു. ഇവിടെയാണ് താരങ്ങൾ താമസിക്കുക. അപ്പോൾ കുറച്ച് നേരം മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നാണ് അല്പം മുമ്പ് രാധാകൃഷ്ണൻ ഹോട്ടൽ മുന്നിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. വീണ്ടും ITC മൗര്യയിലേക്ക്. രാധാകൃഷ്ണൻ, പറയൂ. SKN, അങ്ങേക്ക് കാണാവുന്നത് പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ വിവരിക്കുന്നത് താരങ്ങളെ സ്വീകരിക്കാനായി ITC മൗര്യ ഒരുങ്ങിയിരിക്കുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് അവരിവിടെ താമസിക്കുന്നെങ്കിലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് വിപുലമായിട്ടുള്ള സ്വീകരണ പരിപാടികൾ ഈ താരങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വിവരിക്കുന്നത്. മാത്രമല്ല, ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ക്രിക്കറ്റ് T20യിൽ മുത്തമിട്ട് രാജ്യത്ത് കിരീടം നേടി എത്തുന്ന നമ്മുടെ താരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ആവേശമാണ് എല്ലായിടങ്ങളിലും കാണുന്നത്. ഇന്ന് വിമാനത്താവളത്തിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതിന് സമാനമായിട്ടുള്ള കാഴ്ചയാണ്. വിമാനത്താവളത്തിൽ നിന്ന് ഈ ITC മൗര്യ വരെയുള്ള ഏതാനും കിലോമീറ്ററുകളാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും ആ ദൂരം മുഴുവനും തങ്ങളുടെ താരങ്ങളെ, പ്രിയപ്പെട്ട താരങ്ങളെ, രാജ്യത്തിനു വേണ്ടി T20 കപ്പ് സ്വന്തമാക്കിയ താരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രാജ്യം ഒറ്റക്കെട്ടായി
ശക്തമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഏതെങ്കിലും വിധത്തിലൊരു സുരക്ഷാ വെല്ലുവിളികളിലേക്കോ മറ്റേതെങ്കിലും വിഷയത്തിലേക്കോ വഴിമാറരുതും എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ ഒരു വലിയ നിര ഈ വിമാനത്താവളത്തിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ITC മൗര്യയിലും ഒക്കെ ഉണ്ട്. ഈ വലിയ അവർക്കും ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ജനങ്ങളെ സംബന്ധിച്ച്, കളി സ്നേഹികളെ സംബന്ധിച്ച് അവർക്ക് മുന്നിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരും വളരെ വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകത്ത് നമ്മുടെ താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള 70 പേരുടെ സംഘമായിരുന്നു ഇന്ത്യയുടേത്. ആ 70 പേരുടെ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ITC മൗര്യയിലേക്ക് വരും. ഇവിടെ നിന്ന് ഏതാണ്ട് 9 മണിയോടടുത്തായിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ താരങ്ങൾ പോകുന്നത്. പ്രധാനമന്ത്രി നൽകുന്ന സ്നേഹ വിരുന്നിൽ, പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും അവർ ബോംബെയിലേക്ക് പോകാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ച്, രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. പ്രധാനപ്പെട്ട താരങ്ങളിൽ ചിലർ ഈ ദിവസത്തോ അല്ലെങ്കിൽ ഈ കപ്പ് നേടിയതിന് പിന്നാലെ തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതിൻ്റെ ദുഃഖം ഇന്ത്യയിലെ ആരാധകരെ സംബന്ധിച്ച് ഉണ്ടെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കപ്പ് നേടിയത് ഒരു ആവേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ആണ് നമ്മുടെ കായിക പ്രേമികൾ നിലകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലായിടങ്ങളെ സംബന്ധിച്ചും പല പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും എന്ത് ഭിന്നതകളുണ്ടെങ്കിലും നമ്മൾ കായിക മത്സരങ്ങളുടെ കാര്യത്തിൽ ഒരുമയോടുകൂടി നിൽക്കുന്ന ജനവിഭാഗമാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഒന്നായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിന് സമാനമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അത് വിളിച്ച് അറിയിക്കുന്നതാണ് ഈ ITC മൗര്യയിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ളവർ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി വീക്ഷിച്ച ഈ T20, ആ T20 കപ്പ് നേടി ഇന്ത്യയിലേക്ക് എത്തുന്ന നമ്മുടെ താരങ്ങളെ സ്വീകരിക്കാനായിട്ട് അവർക്ക് യഥോചിതമായിട്ടുള്ള വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം ITC മൗര്യയിലേക്ക് അവർ എത്തും. ITC മൗര്യയിൽ അല്പസമയം അവർ വിശ്രമിക്കും. അല്പസമയം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അവർ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലെ ആ സ്വീകരണം ഒരുപക്ഷെ രാജ്യം അവർക്ക് നൽകുന്ന സ്വീകരണം എന്ന വിധത്തിലാണ് നമുക്ക് വിലയിരുത്താനായി സാധിക്കുക. എത്ര വലിയ രീതിയിൽ രാജ്യം ഈ ഒരു നേട്ടത്തെ അടയാളപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലെ ഈ വിരുന്ന് എന്ന് വേണം നമുക്ക് പറയാനായി സാധിക്കുന്നത്. നൽകിക്കൊണ്ടിരിക്കുന്നത് ITC മൗര്യ ഹോട്ടലിന് മുന്നിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നപ്പോൾ പ്രേക്ഷകർ കണ്ട ചിത്രം ഡൽഹിയിലെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ മൗര്യയിലേക്ക് താരങ്ങൾ 2020 ലോക ജേതാക്കൾ യാത്രയാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പ നിമിഷങ്ങൾക്കകം ഇവർ ഹോട്ടൽ മൗര്യയിൽ എത്തിച്ചേരും. അവിടെ അവർക്ക് നല്ല യഥോചിതമായ സ്വീകരണം ഒരുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരം വിശ്രമിച്ച് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ സ്നേഹവിരുന്നും സ്വീകരിക്കാൻ വേണ്ടി അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇനി നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വേഗം മടങ്ങി വരാം. ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.